ഹേ ഗായ്സ്, അപ്പോൾ ഈ നട്ടപ്പാതിരക്ക് ഈ പെണ്ണ് എങ്ങോട്ടാണ് പോകുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഞാനിപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വില കൂടിയൊരു സാധനം പെറുക്കിയെടുക്കാനാണ് ഗൈസ്. നട്ടപ്പാതിരക്ക് പോയി പെറുക്കലാണ് എൻ്റെ ജോലി. അപ്പോൾ ഈ വീണ് കിടക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലുലുവിൽ മാത്രമല്ല ഏത് ഷോപ്പിലും നല്ല പൈസയ്ക്ക് വാങ്ങുന്ന ഒരു അടിപൊളി സാധനമാണ്. ഡേറ്റ്സ് ആണിത്. അപ്പോൾ അത് പഴുത്ത് തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനടിയിൽ ഉള്ളിലായിട്ട് കുരുക്കളൊന്നും ഇല്ല കേട്ടോ, അത്രയായിട്ട് ഉള്ളൂ കേട്ടോ. നല്ല മഞ്ഞ കളറായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. പക്ഷേ ഇതിനിപ്പം നല്ല കറകത്തിലാണ് ഗൈസ്. അപ്പോൾ ഇത് കണ്ടോ, ഇതിനുള്ളിൽ കുരു ഒന്നും കാണുന്നേ ഇല്ല. ആ ചെറിയ കവറിങ് ഇല്ലേ, അവിടെ മാത്രം ചെറുതായിട്ട് കുരു ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നല്ല ക്ലീൻ ചെയ്ത് ഇതിനെ ഞാൻ മുറിച്ചു ഗൈസ്. ഇതിനെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? കുത്തി ഉപ്പിലിടാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെയുള്ള കലാപരിപാടികളാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത്. അപ്പം നല്ലൊരു ബോട്ടിലെടുത്തു, ഗ്ലാസ് ബോട്ടിലാട്ടോ എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഉപ്പിലിട്ടത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഈ ഡേറ്റ്സ്, പച്ച ഡേറ്റ്സ് ഉപ്പിലിടുന്നത്. അപ്പം നമ്മൾ നല്ല മുറിച്ചെടുത്തത് എന്താക്കി, ആ കുപ്പിയിലോട്ട് നന്നായിട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വാരിയിടുന്നതൊക്കെ ഭയങ്കര കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വാരിയിടുന്നതൊക്കെ അപ്പോൾ വലിയ കളർഫുള്ളൊന്നും ആയില്ല, എന്നാലും അങ്ങനെ ഇരിക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിലോട്ട് നമ്മുടെ സാൾട്ട്, അതായത് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് ചേർത്തു. അതിന് എത്രത്തോളം ഉപ്പ് വേണോ അത്രത്തോളം ഉപ്പ് മാത്രമാണ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3-4 സ്പൂണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം 4 പച്ചമുളക് ഞാൻ അതിലോട്ടിട്ടു. ജസ്റ്റ് ഒരു എരിവിന് വേണ്ടിയാണ് ഗൈസ്. പിന്നെ കുറച്ച് കറിവേപ്പില വേണമെന്നില്ല കേട്ടോ, ഞാനൊരു ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം എടുത്തിട്ടതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ വിനാഗറാണ് അതിലോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൂടെ നന്നായിട്ട് ഒഴിച്ച് സെറ്റാക്കുകയാണ് ഗൈസ്. നല്ല ടേസ്റ്റാണ്, എമ്മി. അപ്പോൾ നമ്മളിതിങ്ങനെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുലുക്കി വെച്ച് കഴിഞ്ഞാൽ ഫുൾ എല്ലാ സ്ഥലത്തേക്കും ആ വിനാഗറൊക്കെ ചെന്ന് ഉപ്പൊക്കെ ചെന്ന് ഒന്ന് സെറ്റാവും ഗൈസ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചോറിനൊക്കെ കൂട്ടി കഴിക്കാം, അല്ലാതെ കഴിക്കാം, അല്ലെങ്കിൽ അച്ചാറിടാം, എന്ത് വേണം ചെയ്യാം ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.